അധികാര ദുർവിനിയോഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന പ്രൊബേഷണറി IAS ഓഫീസർ പൂജ ഹേത്കർ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. UPSC പരീക്ഷയിൽ അഖിലേന്ത്യാ റാങ്ക് 841 നേടിയ 2023 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ് ഹേത്കർ. തൻ്റെ സ്വകാര്യ ആഡംബര കാറിൽ ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര എന്ന സ്റ്റിക്കറും ചുവപ്പ് നീല ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ച് യാത്ര നടത്തിയതോടെയാണ് പൂജ ഹേത്കർ വിവാദത്തിലായത്. അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ VIP നമ്പർ പ്ലേറ്റുള്ള ഔദ്യോഗിക കാർ, താമസ സൗകര്യം, ജീവനക്കാരുള്ള ഔദ്യോഗിക വസതി, സുരക്ഷയ്ക്കൊരു കോൺസ്റ്റബിൾ എന്നിവ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രൊബേഷണറി IAS ഓഫീസർക്ക് ഈ പ്രത്യേക അവകാശങ്ങൾക്ക് അർഹതയില്ലാതിരിക്കെയാണ് ഹേത്കർ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ഈ ഘട്ടത്തിൽ പൂജ മനോരമ ദിലീപ് ഹേത്കർ എന്ന പൂജ ഹേത്കറിനെതിരെ ഓരോരോ പരാതികൾ ഉയർന്നു വരികയാണ്. പൂജയുടെ ആസ്തി 22 കോടിയും എന്നാൽ അവർ സമർപ്പിച്ച രേഖകളിൽ വാർഷിക വരുമാനമായി പറയുന്നത് വെറും 42 ലക്ഷവുമാണെന്നാണ് പുതിയ വിവരം. അധികാര ദുർവിനിയോഗത്തിൻ്റെ പേരിലാണ് പൂജ വിവാദത്തിലായത്. പിന്നാലെ അവർക്കെതിരെ ഉയർന്ന പരാതികൾ അവരുടെ IAS സെലക്ഷനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. OBC വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് കാണിക്കാൻ വ്യാജ രേഖകൾ തയ്യാറാക്കി, മെഡിക്കൽ റിപ്പോർട്ടുകളുടെ പിൻബലമില്ലാതെ കാഴ്ച വൈകല്യം, മാനസിക വെല്ലുവിളി എന്നീ കാരണങ്ങൾ സെലക്ഷന് മുൻഗണന കിട്ടാനായി ഉപയോഗിച്ചു തുടങ്ങി നിരവധി പരാതികളും ആരോപണങ്ങളുമാണ് പൂജയ്ക്കെതിരെ ഉയരുന്നത്. 2023 ജനുവരി 8 സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി സർക്കാരിന് സമർപ്പിച്ച സാമ്പത്തിക സ്ഥിതിയുടെ വിവരങ്ങളിലാണ് തൻ്റെ വാർഷിക വരുമാനം 42 ലക്ഷമായി പൂജ കാണിച്ചിരിക്കുന്നത്. 2023 പൂജ സമർപ്പിച്ച അവരുടെ ആസ്തി, വാർഷിക വരുമാന വിവരങ്ങൾ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് പോർട്ടൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൂനെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്വന്തം പേരിൽ വിവിധ പ്ലോട്ടുകളിലായി ഭൂമി, ഫ്ലാറ്റുകൾ, ആഡംബര കാറുകൾ, സ്വർണത്തിലും വജ്രത്തിലുമുള്ള ആഭരണങ്ങൾ, 2 സ്വകാര്യ കമ്പനികളിൽ പങ്കാളിത്തം തുടങ്ങിയവയാണ് പൂജയുടെ സ്വത്ത് വിവരങ്ങൾ. 32-കാരിയായ പൂജ ഹേത്കർ OBC പേഴ്സണൽ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് കോട്ടയിലാണ് തൻ്റെ IAS പദവി ഉറപ്പിച്ചത്. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കവിയാത്തവർക്കാണ് OBC കോട്ടയുടെ ആനുകൂല്യം ലഭിക്കുക. അതിനു മുകളിൽ വരുമാനമുള്ളവർക്ക് യോഗ്യതയില്ലെന്നിരിക്കെയാണ് പൂജ OBC അർഹത നേടിയെടുത്തത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ പറഞ്ഞ് PWDC കോട്ട നേടിയതിലും പൂജയ്ക്കെതിരെ പരാതിയുണ്ട്. പൂജ പറഞ്ഞ കാഴ്ച പ്രശ്നം, മാനസിക വെല്ലുവിളി എന്നിവ തെളിയിക്കാൻ മെഡിക്കൽ പരിശോധന നടത്താൻ നിർദ്ദേശമുണ്ടായിട്ടും 5 തവണയാണ് അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. 6ാമത്തെ തവണ പരിശോധനയ്ക്ക് വിധേയമായെങ്കിലും എല്ലാ പരിശോധനകളും നടത്തിയതുമില്ല. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പരിശോധന നടത്തിയതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നായിരുന്നു നിർദ്ദേശം. കോവിഡ് ബാധിതയാണെന്ന് പറഞ്ഞായിരുന്നു MRI സ്കാൻ ചെയ്യുന്നതിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറിയത്. പൂജ പറഞ്ഞ കാര്യങ്ങൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളിയതോടെ അവർ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ച് ട്രിബ്യൂണൽ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നേടിയിരുന്നു. UPSC പരീക്ഷയിൽ കാഴ്ച വൈകല്യമുള്ളവരുടെ വിഭാഗത്തിലാണ് പൂജ ഉൾപ്പെട്ടിരുന്നത്. മാനസിക വെല്ലുവിളി ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അവർ സമർപ്പിച്ചിരുന്നു. 821 എന്ന താഴ്ന്ന റാങ്ക് നേടിയിട്ടും IAS സെലക്ഷൻ്റെ മെറിറ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടാൻ കാരണമായത് ഈ സർട്ടിഫിക്കറ്റുകൾ പ്രകാരം ലഭിച്ച പ്രത്യേക ഇളവുകൾ കൊണ്ടാണ്. പൂജയുടെ പിതാവ് ദിലീപ് ഹേത്കർ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൽ സീനിയർ റീജിയണൽ ഓഫീസറായി വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ദിലീപ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വാർഷിക വരുമാനമായി 43 ലക്ഷവും ആസ്തിയായി 40 കോടിയുമാണ് കാണിച്ചിരുന്നത്. പൂജയുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ പൂനെ ജില്ലാ കളക്ടർ സുഹാസ് ദിവാസെ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് അവർ വാർത്തകളിൽ നിറയുന്നത്. സ്വകാര്യ വാഹനത്തിൽ സൈറൻ ഘടിപ്പിക്കുക, VIP നമ്പർ ഉപയോഗിക്കുക, സ്വകാര്യ ആഡംബര വാഹനത്തിൽ മഹാരാഷ്ട്ര സർക്കാർ സ്റ്റിക്കർ പതിപ്പിക്കുക എന്നീ പ്രവൃത്തികളാണ് അവരെക്കുറിച്ചുള്ള ആദ്യ പരാതികളായി ഉയർന്നത്. വീഴ്ചകൾ കണ്ടെത്തിയാൽ വിവാദ IAS പ്രൊബേഷൻ ഓഫീസർ പൂജ ഹേത്കറെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടേക്കുമെന്നാണ് സൂചന. കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം പൂജയുടെ നിയമനം സംബന്ധിച്ചും മറ്റ് ആരോപണങ്ങളിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.